ഇപ്പോഴും മാരിയത്തിനെ ഞാൻ പരിചയപ്പെട്ടത് മുതൽ മാരിയത്തിനെ കാണുമ്പോഴൊക്കെ ഈ ചിരി മുഖത്തുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം? ഇപ്പം നമ്മളൊക്കെ പ്രയാസങ്ങളും കംപ്ലൈൻറ്റും ഒക്കെ പറഞ്ഞു നടക്കുന്നതിനിടയിൽ വളരെ എന്താ പറയുക, സോഫ്റ്റായിട്ട് ചിരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന അതിൻ്റെ ഒരു രഹസ്യം ഒന്ന് നമ്മളൊന്ന് മൂല്യങ്ങളുടെ സ്വരലയത്തിലൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നാവും. ഡോക്ടർ മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരിനെ കുറിച്ച് പറയുമ്പോൾ അതിനെല്ലാം ഒന്നും പോവും. സത്യം പറഞ്ഞാൽ ഈ മരണം നമ്മളെ കൂടെ ഉണ്ടെന്ന് ഓരോ നിമിഷം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. കാരണം നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്കിനി എന്താണോ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് എല്ലാവരോടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എവിടെ എനിക്ക് എൻ്റെ പരിമിതികളും എൻ്റെ കുറവുകളും എന്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് തൊട്ടാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ ഞാൻ ഭയങ്കര പ്രതീക്ഷകളിലായിരുന്നു. എനിക്ക് അത് നടന്നിരുന്നെങ്കിൽ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചിരുന്ന പടച്ചനെ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ അത് മാത്രമേ എനിക്ക് നടക്കാൻ കഴിയണം, എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പോലെ ആവണം മാത്രം ഞാൻ സ്വപ്നം കണ്ടിരുന്ന കാലത്ത് നിന്ന് മാറി എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള അന്വേഷണങ്ങളുടെ തേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഓരോന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഒന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പാരമ്പര്യമായി കിട്ടിയ കഴിവുകൾ കൊണ്ടൊന്നും അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ സമയത്തെ എങ്ങനെ എൻ്റെ ചിന്തകളിൽ നിന്ന് എനിക്ക് എങ്ങനെ എൻ്റെ നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവല്ല നെഗറ്റീവ് ചിന്തകൾ ഭ്രാന്തമായി, കാരണം നമ്മളൊക്കെ ഒരു വയ്യായിക വന്ന് അല്ലെങ്കിൽ ഒന്നിനും പറ്റാതെ ഒന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലുകളിൽ അനുഭവിക്കുന്ന ആ ഒരു ചിന്തകളുണ്ട്, ആ ഒരു വിഷമങ്ങളുണ്ട്. ആ വിഷമ ചിന്തകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു എൻ്റെ ചിത്രം വരയ്ക്കലും എൻ്റെ എഴുത്തും എൻ്റെ വായനയും എൻ്റെ ഓരോ ക്രിയേറ്റിവിറ്റിയും. അതൊന്നും പൂർണ്ണമായി അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ അതിൽ കൂടെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ ഇറങ്ങിയത് തൊട്ടാണ് ആളുകളുടെ സ്നേഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുത്തത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അതിനപ്പുറം നമ്മൾക്ക് പറയുന്നതിനപ്പുറം നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ വിഷമങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും അവരനുഭവിച്ച അത്രയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ആ ചിന്തകളിൽ നിന്നാണ് എൻ്റെ ചിന്തകളെ മാറ്റിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് കിടന്നുകൊണ്ട്, ഞാൻ ഇരുന്നു കൊണ്ട് പിന്നത്തേക്കാണ് എത്തുന്നത്, എനിക്ക് കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അൽഹംദുലില്ലാ അതിൽ കൂടെ ഒക്കെ തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചിരിക്കാൻ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെയാണ് പറയുന്നത്. നമ്മൾ കരഞ്ഞിരിക്കുമ്പോഴോ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴോ നമ്മളെ കേൾക്കാനും പറയാനും ആരുമില്ല. പക്ഷെ നമ്മൾ ചിരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ കേൾക്കാനും പറയാനും നമുക്കും പറയാനുണ്ട്, നമുക്ക് കേൾക്കാനും ഉണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മുഖത്ത് ചിരി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള കഴിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് എനിക്ക് ചിരിക്കണം എന്നുള്ള ആ ചിരി വന്നിട്ടുള്ളത്. കാരണം ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരും എന്നെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഈ ചിരി വന്നിട്ടുള്ളത്. അത് ഒരു പക്ഷേ സൈഫ് പറഞ്ഞതുപോലെ നമ്മൾ ചില സമയത്ത് അഭിനയിക്കായിരിക്കും, നെഞ്ച് പൊട്ടുമ്പോഴും അല്ലെങ്കിൽ സങ്കടപ്പെടുമ്പോഴും ഫിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ചിരി. കാരണം മറ്റുള്ളവർ കാണുന്ന നമ്മളെ സങ്കടങ്ങളല്ല, നമ്മളെ സന്തോഷങ്ങളാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയേണ്ടത് എന്നല്ലാതെ എനിക്ക് സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല, വിഷമങ്ങളില്ലായിട്ടല്ല, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇതൊന്നും അല്ല എനിക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ളത്. എനിക്ക് കാണിക്കാനുള്ളത് ഈ സന്തോഷം, ഈ ചിരിയും തന്നെയാണ്. അതിൽ കൂടെ തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെയോ ഒരു കുടുംബിനിയായി ഒരു വീട്ടമ്മയായി ഒക്കെ ജീവിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു വേദികളിൽ ഇറങ്ങാനും പുറത്തിറങ്ങാനും എൻ്റെ കുടുംബത്തിലുള്ള ഒരു യാഥാസ്ഥിക കുടുംബമാണ് എൻ്റെ കുടുംബം. ആ ഒരു കുടുംബത്തിൽ നിന്ന് എന്നെപ്പോലെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങാൻ പടച്ചോൻ എന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ സംഭവിച്ചത്. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്.